ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രാജേഷ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഏഹ്, അങ്ങ് പോയി എടുക്കാറാണ് പതിവ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് റൂം കാറ്റഗറി. ഈ റൂം കാറ്റഗറി നിങ്ങൾ നോക്കിയാൽ കാണാം, സം ഇഷ്യൂഡിൻ്റെ ഒരു 5%, 10% അങ്ങനെയൊക്കെ ആയിട്ടേക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ റൂം റെന്റ് ലിമിറ്റ് എത്രയാണ്. ചിലപ്പോൾ ചിലത് പേയ്മെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, 2000 രൂപ, 5000 രൂപ എന്നീ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മികച്ച റൂം കാറ്റഗറി എങ്ങനെയാണ് സെലക്ട് ചെയ്യുക വെച്ചാൽ, നമ്മുടെ പോളിസിയിൽ എപ്പോഴും റൂം കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ എനി റൂം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതാകുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിലെ ഏത് റൂമും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇൻ റൂം ആണെങ്കിൽ നമുക്ക് ആ റൂംസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഡീലക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാർഡിൽ കിടന്നാലും, നിങ്ങൾ സിംഗിൾ ഓക്യുപ്പൈഡ് റൂമിൽ കിടന്നാലും, ഡബിൾ ഓക്യുപ്പൈഡ് റൂമിൽ കിടന്നാലും ഒന്നും നമുക്ക് അത് പ്രശ്നമായിട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പോളിസിയിൽ എനി റൂം കാറ്റഗറി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ പോളിസി റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോളിസി മാറ്റിയിട്ട് പോർട്ട് ചെയ്തിട്ട് എനി റൂം കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുള്ള പോളിസി എടുക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 5000 രൂപയാണ് ലിമിറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിന് 7000 രൂപ ബില്ലുണ്ടെങ്കിൽ 2000 രൂപ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ കാറ്റഗറി എനി റൂം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഏത് റൂമാണെങ്കിലും പ്രശ്നമില്ല. നമുക്കറിയാം, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ താമസിക്കുക 5000 മുതൽ 10,000 വരെ ഉള്ളൂ. പക്ഷേ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതല്ല അവസ്ഥ. 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും റൂമിൻ്റെ പൈസയ്ക്ക് ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, എനി റൂം കാറ്റഗറി ആക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഇത്തരം ഇൻഷുറൻസ് റിലേറ്റഡ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ്, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഏത് ഇൻഷുറൻസ് റിലേറ്റഡ് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ്, അതുപോലെ വാട്സപ്പിലേക്കുള്ള കോൺടാക്റ്റ്, ഇൻസ്റ്റാഗ്രാം ID എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മളെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും നിങ്ങൾക്ക്. താങ്ക് യു.